നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമാണോ ഇത്? ഗോൾഡൻ ജനറേഷൻ ആണോ ഇത്? ഈ പോർച്ചുഗീസ് ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ചോദ്യം നേർക്ക് നേരാണ്. പോർച്ചുഗലിൻ്റെ കോച്ചിനോടാണ് ഈ ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ചോദ്യം കൃത്യമായിട്ടൊന്ന് പറയാം. നിങ്ങളുടെ പോർച്ചുഗീസ് ടീമിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് 69.4%. പോർച്ചുഗീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിന്നിംഗ് പെർസെൻറ്റേജ് ആണ്. എന്താണ് നിങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ടാക്ടിക്കൽ അപ്രോച്ചുകൾ നമ്മൾ എടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ അത് കളിക്കളത്തിൽ നടപ്പാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവിടെയാണ് ഈ പോർച്ചുഗീസ് ടീം വ്യത്യസ്തമാകുന്നത്. ഇപ്പോൾ വളർന്നു വരുന്ന താരങ്ങളൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ കോമ്പറ്റിറ്റീവാണ്. അതുപോലെ തന്നെ ടാക്ടിക്കൽ ഇൻഫോർമേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ അവർ വളരെയധികം ഹാപ്പിയുമാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് ടീമിന് എന്താണ് ആവശ്യം അതനുസരിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ബെൽജിയത്തിൽ നിങ്ങൾ പരിശീലിപ്പിച്ചപ്പോൾ ഹസാർഡ് ഉണ്ടായിരുന്നു, ഡിബ്രോയിന ഉണ്ടായിരുന്നു, കോട്ടു ഉണ്ടായിരുന്നു, ലുക്കാക്കു ഉണ്ടായിരുന്നു. ഇവിടെ പോർച്ചുഗലിലോ ക്രിസ്ത്യാനോ ഉണ്ട്, വിറ്റീഞ്ഞ ഉണ്ട്, ബ്രൂണോ ഉണ്ട്, ബെർണാഡോ സിൽവ ഉണ്ട്. അപ്പോൾ ബെൽജിയത്തിൻ്റെ ആ ടീമിനെ ഗോൾഡൻ ജനറേഷൻ എന്ന് വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതാണോ പോർച്ചുഗലിൻ്റെ ഈ ടീമാണോ പോർച്ചുഗലിൻ്റെ ഗോൾഡൻ ജനറേഷൻ? അദ്ദേഹത്തിൻ്റെ മറുപടി, പോർച്ചുഗലിൻ്റെ ബെസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് 1966 ടീമാണ്. അപ്പോൾ നമ്മൾ ഒരു ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രകടനത്തെ എടുത്ത് നോക്കണം, അവരുടെ കിരീടങ്ങളെയും ഒരു പക്ഷെ നമ്മൾ നോക്കും. പക്ഷേ അതിനെ നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. ഇപ്പോഴത്തെ ഈ ടീം ഉണ്ടല്ലോ, പോർച്ചുഗീസ് ടീം, ഇത് എക്സെപ്ഷണൽ ഫുട്ബോളേഴ്സിൻ്റെ ഒരു കൂട്ടമാണ്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടീമുമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചാലഞ്ച് കിരീടം ചൂടുക എന്നുള്ളതാണ്. ഈ ഡ്രസ്സിംഗ് റൂം എന്തായാലും ബെസ്റ്റ് ജനറേഷൻ എവർ എന്ന രൂപത്തിൽ പരിഗണിക്കാൻ അർഹതയുള്ള ടീമാണ്. പക്ഷേ അത് ബൈ ചാൻസിൽ സംഭവിക്കുന്നതല്ല, അത് കളിക്കളത്തിൽ നേടിയെടുക്കണം. അതിനവർക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.